ഇത്തവണ കേന്ദ്രത്തിനോട് RSS തങ്ങളുടെ എല്ലാ അരിശവും തീർക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ BJPയെ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും വിമർശിച്ചിരിക്കുകയാണ് RSS. ഇപ്പോഴിതാ ഈ രീതി ആവർത്തിക്കുകയാണ് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാമെന്ന BJPയുടെ മോഹം പൊലിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. അഹങ്കാരം മൂലമാണ് BJPക്ക് തിരഞ്ഞെടുപ്പിൽ നഷ്ടമുണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീരാമന്റെ ഭക്തരായിരുന്നവർ ക്രമേണ അഹങ്കാരികളായി. ആ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും അഹങ്കാരത്താൽ ശ്രീരാമൻ അവരെ 241 നിർത്തി എന്നായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ വാക്കുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 240 സീറ്റുകൾ നേടിയെങ്കിലും ഭൂരിപക്ഷം കടക്കുന്നതിൽ BJP പരാജയപ്പെട്ടിരുന്നു. 2014 ശേഷമുള്ള പാർട്ടിയുടെ ഏറ്റവും മോശം പ്രകടനം കൂടിയാണിത്. ഇതിനെയാണ് RSS നേതാവ് വിമർശിച്ചത്. പ്രതിപക്ഷത്തെയും ഇന്ദ്രേഷ് കുമാർ വെറുതെ വിട്ടില്ല. പ്രതിപക്ഷ സഖ്യത്തിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. രാമനിൽ വിശ്വാസമില്ലാത്തവരെ ഒരുമിച്ച് ചേർത്ത് 234 നിർത്തി. ദൈവത്തിന്റെ നീതി സത്യവും ആസ്വാദികരവുമാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തെ ചൂണ്ടി ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം 234 സീറ്റുകളാണ് നേടിയത്. എന്നാൽ ഇന്ദ്രേഷ് കുമാറിന്റെ പരാമർശം സംഘത്തിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്നായിരുന്നു RSS വൃത്തങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്. അടുത്തിടെ പൊതുസേവനത്തിൽ വിനയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് RSS മേധാവി മോഹൻ ഭാഗവത് എടുത്തു പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്ദ്രേഷ് കുമാറും രംഗത്തു വന്നത്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് BJPക്ക് നേരിടേണ്ടി വന്നത്. ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും 400 സീറ്റുകൾ എന്ന നേട്ടവും ഉറപ്പാക്കിയ നിലയ്ക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ BJPയുടെ പ്രചരണം. എന്നാൽ ഇതെല്ലാം പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്തിന് മുൻപിൽ വീണടിയുകയായിരുന്നു. 400 സീറ്റുകൾ പ്രതീക്ഷിച്ച BJP നേതൃത്വം നൽകുന്ന NDA 293 സീറ്റുകൾ മാത്രമാണ് നേടിയത്. കഴിഞ്ഞ തവണ BJP മാത്രം 300-ലധികം സീറ്റുകൾ നേടിയ സ്ഥാനത്താണിത്. എക്സിറ്റ് പോളുകൾ ഒന്നടങ്കം BJPയുടെ വമ്പൻ ജയം പ്രവചിച്ചുവെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. UPയിൽ ഉൾപ്പെടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ നേട്ടം സഖ്യമുണ്ടാക്കി. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് RSS മേധാവി മോഹൻ ഭാഗവത് മോദിക്കെതിരെ രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു. മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല. മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് വാചാടോപങ്ങൾ മറികടന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തോക്കു സംസ്കാരം വീണ്ടും വർദ്ധിച്ചു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണ് എന്നും അതിന് മുൻഗണന നൽകണമെന്നുമാണ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയത്. ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള മേദികളും കുന്നുകളിൽ നിന്നുള്ള കുക്കികളും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മണിപ്പൂർ വംശീയ അക്രമത്തിലേക്ക് വീണിരുന്നു. ഈ കലാപത്തിൽ 200-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നും സമാധാനാന്തരീക്ഷം രൂപപ്പെടുന്നതിനിടെ വീണ്ടും സംസ്ഥാനത്ത് സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. ഇതിനെതിരെയാണ് RSS നേതാവ് മോദിക്കെതിരെ രംഗത്ത് വന്നത്.